ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഡേ കെയറിലാക്കാൻ പോണേന് അല്ലേ? കുഞ്ഞി കൊച്ചിനെ പോലെ റെഡിയായി നിൽക്കണം. മുടിയൊക്കെ ഇങ്ങനെ കെട്ടായിരുന്നല്ലേ, രണ്ട് സൈഡും പിന്നിട്ട് വെച്ച് കെട്ടിക്കൊണ്ട് മുടി കെട്ടി കൊടുക്കണതാണ് കയ്യിലിരിക്കണത്. അതെ അതെ, നീ ആ പറച്ചിൽ കെട്ടിക്കോ, ആ ഗ്യാപ്പിൽ കെട്ടുകയും ചെയ്തു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അപ്പോൾ സുദിനെ ഇവിടെ ഇന്നിപ്പോൾ അമ്മ ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് സുധി നേരെ വീട്ടിലേക്ക് പോകണല്ലേ, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കണ്ടേ. അവിടെ അച്ഛൻ ഇന്ന് പണിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു കമ്പനി കൊടുക്കാമെന്ന് ഇരുത്തി. അതെ, അതിപ്പോൾ കണ്ട പോകുമ്പോൾ എന്നെ കൂടെ ആക്കും. അതിപ്പോൾ പോയി. പിന്നെ അല്ലാണ്ട് നമ്മളിന്ന് രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കണ്ട. അതൊക്കെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട് അല്ലേ? ചേച്ചിയുടെ അടുത്തും വലിയടുത്തും പിന്നെ വീട്ടിലേക്കും ഒക്കെ പോവാന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്കൊരു ക്ഷീണം വരുന്നു. അതെ അതെ അതെ, മടിയും കാര്യങ്ങളൊക്കെ രാവിലെ പറയണത്. പക്ഷെ മടിയല്ല, അത് മടിയാണോ? രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം ഭയങ്കര ക്ഷീണമായിരിക്കും. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് കുളിപ്പിച്ചെന്നറിയോ? പറഞ്ഞു മത്തിയായി. കുളിച്ചില്ലെങ്കിലൊക്കെ അത് കുഴപ്പമില്ല, നിങ്ങൾ പറയൂ. കുളിച്ച ആൾ ഉഷാറായി. അതാണ് ഇപ്പൊ ഇങ്ങനെ ഉഷാറായിട്ടിരിക്കണത്. ഇത്തിരി ബൂസ്റ്റ് ഉണ്ടാവും. വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഉഷാർ വരുമല്ലോ സ്വാഭാവികമായിട്ട് എല്ലാവരും. ഞാൻ അതിനു മുന്നേ എന്റെ ക്ഷീണം മാറിയായിരുന്നു കേട്ടോ. അത് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ എന്റെ ക്ഷീണം മാറിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇയാൾ വേഗം പൊക്കോ, എന്നിട്ട് ഇന്ന് നേരത്തെ വരേണ്ട ആവശ്യങ്ങളുണ്ടെന്നേ. ഇന്ന് ചെറിയൊരു ആവശ്യം കൂടി ഉണ്ട് വൈകിട്ടൊക്കെ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ ഇവിടെ അടുത്താണ് വീടായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് പോയാൽ ഇവിടെ തന്നെയല്ല, അടുത്ത് തന്നെയല്ലേ. അപ്പൊ നേരെ കടയ്ക്ക് പോയി നമുക്ക് പോവാക്കി. ഓക്കെ, അപ്പം ഞങ്ങൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെന്നുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ മരം ഇറക്കാനായിട്ട് കൊണ്ടുപോയിക്കണിരുന്നു. അപ്പോൾ കണ്ണിനും അത് കാരണം പണിയിട്ട് വെയിലത്ത് മരമൊക്കെ അടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തോ പണിയാനുള്ള സമയം മരം ഉണ്ടോ. അപ്പം ഇപ്പുറത്തോട്ട് കൊണ്ടുകൊണ്ട് അപ്പുറത്തേക്ക് എക്സ്പ്രഷൻ പണിയിട്ട് ഞാൻ മര്യാദക്ക് ഷർട്ട് ഊരിയിട്ട് ഇതാക്കാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ വേർത്ത് നാശകൂശമാകും. അപ്പം എന്തായാലും ചെയ്യട്ടെ. പിന്നെ മാമ ചേച്ചൻ ഇവിടെ ഉണ്ട്. എന്താണ് വീഡിയോ? ഹായ്, കുറേ നാളായി ഇപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട്. പറ. ഹലോ. അപ്പോൾ അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണ്. അമ്മതേ വന്നിട്ടുണ്ട്. അമ്മമ്മക്ക് ചേച്ചൻ ചോറ് എടുത്തേക്കണം. ഞാൻ തേങ്ങരച്ച് കറിയും ചീരയും ആണ് കറി. വന്നപ്പോൾ തന്നെ എൻ്റെ മാലയും കമ്മലൊക്കെ ഊരി കറുത്തെന്നും പറഞ്ഞുകൊണ്ട് കഴുകാനിട്ടേക്കണേന് ചിരിക്കണം. പക്ഷെ സത്യത്തിൽ മാല കറുത്തതല്ല, എൻ്റെ കഴുത്ത് കറുത്തോണ്ട് തോന്നണതാണ്. ഇവരെല്ലാവരും എന്നെ കളിയാക്കി ഇങ്ങനെ ചെയ്യണം. എന്തായാലും അതിലത്ര ഇതെടുക്കൊന്നുമില്ല കണ്ടാ. എന്നതൊക്കെ ചെയ്യണ്ട്. അപ്പം എന്തായാലും ഇത് നടക്കട്ടെ. അപ്പം എൻ്റെ മാലയും കമ്പിലാണ്ട് എന്താ പോലെ അല്ലേ. അപ്പം ഇത് ശരിയായിട്ട് ഇതാക്കട്ടെ. എന്നിട്ട് ഞാനും പിന്നെ ഫുഡ് കഴിക്കാൻ കണ്ണ വീട്ടിൽ നിന്നൊക്കെ ചോറ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പച്ചക്കറി ഒലുത്തണമായിരുന്നു. അപ്പം ഞാൻ പിന്നെ വീട് വന്നിട്ട് കഴിക്കാമല്ലാന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കഴിക്കാണ്ട് പോകുന്നു. അപ്പം എന്തായാലും എനിക്കിനി ഫുഡ് കഴിക്കണം. കണ്ണന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകും. നമുക്ക് അടുത്തൊരു മരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അമ്മയും ഇന്ന് ലേറ്റ് ആകും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമായിട്ടാണ് ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാട്ടോ, കുഞ്ഞു വിശേഷങ്ങൾ. ഇനി കാണാൻ എന്തോ പോലെ ഉണ്ടല്ലേ, ഒന്നും അതേ എല്ലാം നാശകൂശമായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു അപാകത. അപ്പോൾ എന്തായാലും ഞാൻ അത് വേഗം കഴുകിയൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടിട്ട് ഇനി വീഡിയോയിലൊക്കെ കാണാം. അപ്പോഴേക്കും കാണാൻ അവിടെ പരിപാടികളിലാണ്. പണികളൊക്കെ കഴിയട്ടെ, ഇനി പോണ നേരത്ത് കാണാം കേട്ടോ. അങ്ങനെ ക്ഷീണിച്ച വിശദ ഇവിടെ എത്തിയിട്ടുണ്ട്. വേർത്ത് കുളിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ ഷർട്ട് മാറിയിടാനായിട്ട്. ഒരു ഇത്തിരി ഇതായ വേർക്കൂന്ന് എനിക്കറിയാം. തീർന്ന് ഇന്നത്തെ എല്ലാം തീർന്ന്. ഞാനിപ്പോ പറഞ്ഞോണ്ട് എനിക്ക് ചോറ് കഴിക്കണ്ട. അമ്മ എനിക്ക് ഓരോ പറഞ്ഞോണ്ടിരിക്കണ്ട. എന്ത് പറയാനാണെന്നല്ലേ. അതല്ലേലും ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് ചോറ്, മീൻ വറുത്തത്, ചീരയാണ് ഇപ്പം മെയിൻ. പിന്നെ ഈ തേങ്ങ കറി എന്ന് പറയണത് മറ്റേ ഉണക്ക ചെമ്മീനിട്ട കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, കുറേ നാളായി കൂട്ടിയിട്ട്.
അപ്പം എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ. അമ്മ ഇച്ചിരി വെള്ളം കൊടുക്കാൻ പോയി നിൽക്കുന്നതാണ്. പക്ഷെ അച്ഛൻ ഗേറ്റൊക്കെ അടച്ച് വന്ന് അങ്ങാട് പോകുന്നു. ഇവിടെ സംസാരിക്കാനുള്ള അവസ്ഥയിൽ പോകാൻ നിന്നായിരുന്നിട്ടാ. അപ്പോഴാണ് കറക്റ്റായിട്ട് അച്ഛൻ വേഗം വന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അച്ഛനും കൂടെ ഇതിന് എന്ത് ചെയ്യും? മുറ്റത്ത് നിറച്ച് മരം. ഇതിന് അങ്ങോട്ട് നിൽക്കും. ഗ്യാസ് ചോറി അപ്പൊ എന്തായാലും ഇനി കണ്ണനിറങ്ങുമ്പോഴേക്കും കാണാം. അങ്ങനെ കണ്ണനൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ റൂമിൽ എത്തിയേക്കണേണ്. കുറേ നാളുകളായി ഇപ്പം വന്നിട്ട് പോകുമ്പോഴും അങ്ങനെ കയറാറുണ്ടായിരുന്നില്ല മേലേക്കൊന്നും. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചേക്കാൻ കരുതി. അപ്പോൾ ഞാനിങ്ങനെ സന്തോഷത്തിൽ നിൽക്കണമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇനി ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ പിന്നെ ഈ റൂമിലേക്ക് വരുമ്പോഴേക്കുമാണ് പിന്നെ നന്ദു ഇല്ലല്ല എന്നൊക്കെ ഇങ്ങനെ തോന്നണത്. നന്ദു പോയല്ല. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എപ്പോഴും ഈ റൂമിലുണ്ടാവണത്. അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ഇവിടെ നിന്നതാണ്. ഇനിയിപ്പോൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കും. പിന്നെ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഇത്. അപ്പോൾ ഈ ബുക്കൊക്കെ വായിക്കണം. കുറച്ച് ഇപ്പോൾ തീരാനായി. ഇനിയിപ്പോൾ അങ്ങനെ വായനയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പോണ്. അപ്പോൾ എന്തായാലും ഇനി കണ്ണൻ അവിടെ നിന്ന് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇന്ന് തന്നെ വീഴുമില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആവും. ലെങ്ത്തൊക്കെ ആവണമല്ല. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോവുള്ളൂ. ചാടിക്കണൊക്കെ കാണിക്കാം നോക്കട്ടെ. എപ്പോഴാണ് വീഡിയോ വീഴുന്നത് കണ്ണൻ അവിടെ നിന്ന് എടുത്ത് തരുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് അതിൻ്റെ കൂട്ടത്തിൽ വീഴുമെന്നോട്. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ട് കണ്ണൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് എടുത്ത് തന്നില്ല. അപ്പോൾ എന്നോട് ബാക്കി വൈൻ്റെ ഇത് തീർത്തുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. പെട്ടെന്ന് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. കണ്ണൻ വരുമ്പോഴേക്കും എന്നെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം എന്താണ് അച്ഛനുണ്ട്. അച്ഛൻ്റെ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് വയ്ക്കണം. എനിക്ക് ദോശ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇടും കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആകും. പിന്നെ അതേ മരമൊക്കെ അച്ഛനോട് അടക്കി എല്ലാം റെഡിയാക്കി. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചേക്കണേണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ അടുത്ത വീഡിയോ എടുക്കുമായിട്ട് ഇപ്പോൾ മുടങ്ങാണ്ട് വീഡിയോ ഇടാനുള്ള പ്ലാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാവരുടെയും കമൻറ്റൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടവരുടെയൊക്കെ കമൻറ്റൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലൊക്കെ കാണാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.